ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തുള്ള എല്ലാ യുവാക്കൾക്കും വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. ആ കൗണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ ഒരു പുതു ഊർജം ജനിക്കും. അങ്ങനെ ഒരു വലിയ ആഘോഷത്തോടെയാണ് ആ ദിവസവും ആരംഭിക്കുന്നത്. 2020 ഡിസംബർ 31, മഹാരാഷ്ട്രയിലെ മുംബൈ സിറ്റി. രാത്രി സമയത്ത് ആ നഗരം മുഴുവൻ കളർഫുൾ ലൈറ്റുകളാൽ തിളങ്ങി നിൽക്കുകയായിരുന്നു. അതിൽ തന്നെ ഖാർവെസ്റ്റ് എന്ന ആഡംബര ഏരിയയിൽ ആഘോഷങ്ങൾ വളരെ കൂടുതലായിരുന്നു. അവിടെ ഭഗവതി ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ അപ്പാർട്ട്മെന്റ് ഉണ്ട്. സമയം കൃത്യം അർദ്ധരാത്രി 12 മണിയാകാൻ 10 മിനിറ്റ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ടെറസിൽ വലിയൊരു ന്യൂ ഇയർ പാർട്ടി നടക്കുകയാണ്. ടെറസ് മുഴുവനും ലൈറ്റുകൾ, കാത് തുളയ്ക്കുന്ന ശബ്ദത്തിൽ സ്പീക്കറിൽ മ്യൂസിക് ഉണ്ട്. ആട്ടവും പാട്ടും ആഘോഷവുമായി ആ സ്ഥലം മൊത്തം ഭയങ്കര ഒരു വൈബ്രന്റ് ആണ്. അവിടെയാണ് ജാൻവി എന്നൊരു പെൺകുട്ടി തന്റെ ഫ്രണ്ട്സിനൊപ്പം ചേർന്ന് ജോളിയായി എൻജോയ് ചെയ്യുന്നത്. അവരുടെ മനസ്സിനുള്ളിൽ വരാൻ പോകുന്ന പുതുവർഷത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ജാൻവി തനിച്ചായിരുന്നില്ല. അവളുടെ അടുത്ത സുഹൃത്തായ ശ്രീ എന്ന് പറയുന്ന ഒരാളും കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരി ദിയയും കൂടെ ഉണ്ടായിരുന്നു. കൃത്യം രാത്രി 12 മണിയാകുന്നു. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഉറക്കെ കൗണ്ട് ഡൗൺ വിളിച്ച് കേക്ക് മുറിക്കാൻ തുടങ്ങുന്നു. പരസ്പരം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് വിഷ് ചെയ്യുന്നു. സമയം അങ്ങനെ കുറേശ്ശെ കടന്നു പോവുകയാണ്. രാത്രി 1 മണി, 2 മണി, 3 മണി, ഇങ്ങനെ പുലർച്ചയോടടുത്ത് സമയം നീങ്ങാൻ തുടങ്ങി. ഡിസംബർ മാസത്തിലെ ആ തണുത്ത കാറ്റ് മെല്ലെ വീശാൻ തുടങ്ങി. പാർട്ടിയിലുണ്ടായിരുന്ന ആട്ടവും പാട്ടും ചിരിയും എല്ലാം കുറഞ്ഞു വന്നു. നോക്കുമ്പോൾ കുറച്ചു സമയത്തിനുള്ളിൽ ആ ടെറസ് മുഴുവനും വലിയൊരു നിശബ്ദത പടർന്നു. ആ ടെറസ് ഇപ്പോൾ ഒരു തരം മൗനത്തിൽ മുഴുകി കിടക്കുകയാണ്. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന്റെ പടിക്കെട്ടുകളിലും യാതൊരു ശബ്ദവുമില്ലായിരുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഭയങ്കരമായ ഒരു ക്രൂരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ പുലർച്ചെ സമയത്ത് ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പടിക്കെട്ട് വഴി ഒരാൾ നടന്നു വരികയായിരുന്നു. ആ തണുത്ത കാറ്റിൽ അദ്ദേഹത്തിന് വിചിത്രമായ ഒരു മണം അനുഭവപ്പെടാൻ തുടങ്ങി. അത് ചോരയുടെ മണമായിരുന്നു. അദ്ദേഹം എന്താണെന്ന് നോക്കാൻ പടിക്കെട്ടിൽ മെല്ലെ താഴേക്ക് കുനിഞ്ഞു നോക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ ആദ്യം ഉടുക്കുന്നത് ആ സിമെന്റ് പടികളിൽ ഉതിർന്നു കിടക്കുന്ന കുറച്ച് തലമുടികളാണ്. അതിന് തൊട്ടടുത്തായി കീറിയ ഷർട്ടിന്റെ ഒരു ബട്ടൺ തെറിച്ചു കിടക്കുന്നു. അത് കണ്ട ഉടനെ അദ്ദേഹത്തിന് എന്തോ അപകടം മണത്തു. നെഞ്ചു പടപടാൻ ഇടിക്കാൻ തുടങ്ങി. ഭയത്തോടെ തന്നെ തന്റെ നോട്ടം കുറച്ചുകൂടി താഴേക്ക് ഇറക്കി നോക്കി. അവിടെ ഒരാളുടെ കൈ അനക്കമില്ലാതെ തൂങ്ങിക്കിടക്കുന്നു. ആ പടിക്കെട്ടുകൾ മുഴുവൻ ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ ശരീരം പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. പരിഭ്രാന്തരായ അദ്ദേഹം അടുത്തുപോയി നോക്കുമ്പോൾ കണ്ണിൽ പെടുന്നത് അതിക്രൂരമായൊരു കാഴ്ചയാണ്. അവിടെ ആ ചോരയിൽ ശരീരം മുഴുവനും അതിക്രൂരമായ പരിക്കുകളോടെ ഒരു മൃതദേഹം കിടക്കുന്നു. എന്നാൽ അത് മറ്റാരുടേതുമായിരുന്നില്ല. കുറച്ചു സമയം മുൻപ് വരെയും ആ ന്യൂ ഇയർ പാർട്ടിയിൽ വരാൻ പോകുന്ന പുതുവർഷത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളോടെ വളരെ സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ചിരുന്ന അതേ ജാൻവിയുടെ മൃതദേഹമായിരുന്നു അത്. സമയം ഇപ്പോൾ രാവിലെ 6 മണിയോടടുത്തു. രാത്രി മുഴുവൻ ന്യൂ ഇയർ പാർട്ടിയിലായിരുന്ന തന്റെ മകളിൽ നിന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ ഹാപ്പി ന്യൂ ഇയർ എന്നൊരു വാക്ക് കേൾക്കാൻ ജാൻവിയുടെ അമ്മ വളരെ ആശയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് വന്ന ആ ഒരു ഫോൺ കോൾ അവരുടെ തലയിൽ ഒരു വലിയ ഇടി പോലെയാണ് വന്നു വീണത്. ഇപ്പോൾ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മറ്റു താമസക്കാർക്കെല്ലാം കുറച്ചായി ഈ വിവരം അറിയാൻ കഴിഞ്ഞു. പുതുവർഷത്തിന്റെ രാവിലെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ എല്ലാവരും ഭയത്തോടെ ആ പടിക്കെട്ടിനരികിലേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. ഈ വാർത്ത ഇപ്പോൾ കാട്ടുതീ പോലെ പടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് ജീപ്പിന്റെ സൈറൺ ശബ്ദം ആ ഏരിയയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അവിടെ എത്തി. സംഭവം നടന്ന സ്ഥലത്തേക്ക് ഖാർ പോലീസ് ഉദ്യോഗസ്ഥർ വേഗത്തിൽ വന്നിറങ്ങി. അവിടെ ഉണ്ടായിരുന്ന ക്രൈം സീൻ ടേപ്പ് ഉപയോഗിച്ച് സീൽ ചെയ്തു. ഉള്ളിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിചിത്രമായ തെളിവുകളെല്ലാം പോലീസിന് തന്നെ വലിയൊരു ആശയക്കുഴപ്പവും ഞെട്ടലുണ്ടാക്കി. കാരണം ആ പടിക്കെട്ടിൽ അങ്ങിങ്ങായി ഉതിർന്നു കിടന്നിരുന്ന ജാൻവിയുടെ തലമുടികളും കീറിയ ഷർട്ടിന്റെ ബട്ടണും ഇതൊക്കെ വെറുതെ വീണതായിരുന്നില്ല. ക്രൂരമായി നിലത്തിട്ട് വലിച്ചിഴച്ചപ്പോൾ നടന്ന വലിയൊരു പോരാട്ടത്തെയാണ് അത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചത്. ഇപ്പോൾ ജാൻവിയുടെ മൃതദേഹം റിക്കവർ ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന്റെ കൈകളിൽ എത്തുന്നു. ആ റിപ്പോർട്ട് വാങ്ങി നോക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്ന ആ കണക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. കാരണം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് വെറും 1-2 പരിക്കുകളല്ല. ജാൻവിയുടെ ശരീരത്തിൽ ആകെ 40-ലധികം ഇടങ്ങളിലാണ് അതിക്രൂരമായ പരിക്കുണ്ടായിരുന്നത്. ജാൻവിയുടെ തലയൊട്ടി പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ആ കൂർത്ത സിമന്റ് പടിക്കെട്ടുകളിൽ വെച്ച് അവളെ അതിക്രൂരമായി ആക്രമിച്ചതിന്റെ എല്ലാ തെളിവുകളും ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിരുന്നു.
ഈ പുതുവത്സരാഘോഷത്തിൽ എല്ലാവരും സന്തോഷമായിരിക്കുമ്പോൾ ആ രാത്രിയിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അതുമാത്രമല്ല, ജാൻവി സ്വന്തം സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് ഇത്രയും ക്രൂരമായി കൊല്ലപ്പെട്ടത്? 40-ലധികം പരിക്കുകളോടെ ആ പടിക്കെട്ടിൽ ജാൻവി മൃതദേഹമായി കിടന്ന ദുരൂഹ നിമിഷങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്താണ്? മുഴുവൻ മുംബൈ നഗരത്തെ തന്നെ നടുക്കിയ, ഇന്നുവരെയും ഒരുപാട് വിവാദങ്ങളോടെ സംസാരിക്കപ്പെടുന്ന ഈ ജാൻവി കേസിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായി അറിയാൻ പോകുന്നത്. ഒരു ക്രൂരമായ കുറ്റകൃത്യം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വെറും ആ സംഭവത്തെ മാത്രം നോക്കിയാൽ പോരാ. ആ സംഭവത്തിൽ ഇരയായ വ്യക്തി, അവരുടെ പശ്ചാത്തലം എന്താണ്, അവരെങ്ങനെയുള്ള ചുറ്റുപാടിലാണ് വളർന്നത്, അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്നെല്ലാം നമ്മൾ വളരെ ആഴത്തിൽ നോക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിന്റെ ആ വശങ്ങൾ നമുക്ക് കൂടുതലായി വ്യക്തമായി മനസ്സിലാകൂ. ജാൻവി കുക്രേജ മുംബൈയിലെ വളരെ ശാന്തമായ ഒരു മധ്യവർഗ കുടുംബ പശ്ചാത്തലമുള്ള പെൺകുട്ടി. വീട്ടിൽ ജാൻവിയുടെ അച്ഛൻ പ്രകാശ്, അമ്മ നിധി, പിന്നെ അവർക്കൊരു അനിയനുമുണ്ട്. ജാൻവിയുടെ അമ്മ നിധി തന്റെ മക്കളെ വളരെ അച്ചടക്കത്തോടെയും അതേസമയം അളവറ്റ സ്നേഹത്തോടെയുമാണ് വളർത്തിയത്. ജാൻവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ വളരെ സജീവവും പ്രസന്നവുമായ ഒരു പെൺകുട്ടിയായിരുന്നു. പഠിത്തത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിരുന്നു. മുംബൈയിലെ ഒരു പ്രമുഖ കോളേജിൽ നിന്നാണ് ജാൻവി സൈക്കോളജി പഠിച്ചിറങ്ങിയത്. സുഹൃത്തുക്കളുടെ ഇടയിൽ ജാൻവിക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ജാൻവിയുടെ ഒരു പതിവായിരുന്നു. അങ്ങനെയുള്ള ജാൻവിക്ക് സ്കൂൾ കാലഘട്ടം മുതൽക്കേ വളരെ അടുത്തൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് ദിയ പടാൽക്കർ. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും എത്രത്തോളം കൂട്ടുകാരായിരുന്നുവെന്ന് ചോദിച്ചാൽ പരസ്പരം വിട്ടുപിരിയാൻ കഴിയാത്ത വിധമുള്ള ഒരു നഖവും മാംസവും പോലെ അത്രയും ക്ലോസ് ആയിരുന്നു. മാത്രമല്ല ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലും വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. പറയുകയാണെങ്കിൽ ജാൻവിയുടെ അമ്മ നിധി ദിയയെ സ്വന്തം മകളെ പോലെയാണ് കണ്ടിരുന്നത്. ആ മട്ടിൽ ജാൻവിയും ദിയയും അത്രമേൽ അടുത്ത കൂട്ടുകാരികളായിരുന്നു. ഇനി ദിവസങ്ങൾ കടന്നുപോയി. തുടക്കത്തിൽ 2 പേർ മാത്രം ഉണ്ടായിരുന്ന അവരുടെ കൂട്ടുകെട്ടിൽ പിന്നീട് 3 പേർ വന്നു. അതെ, കോളേജ് കാലഘട്ടത്തിലാണ് ഇവരുടെ ഈ സൗഹൃദ വലയത്തിലേക്ക് ശ്രീ എന്ന് പറയുന്ന മറ്റൊരു പയ്യൻ കൂടി വരുന്നത്. ജാൻവിയുടെയും ദിയയുടെയും അതേ കോളേജ് സർക്കിളിലുള്ള ഒരു പയ്യനായിരുന്നു ശ്രീ. അവൻ എവിടെ പോയാലും ആ സ്ഥലം വളരെ ഹാപ്പി ആക്കി വെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ശ്രീയും ഇവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതോടെ തുടക്കത്തിൽ ഇവർ 3 പേരും എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് പോകാൻ തുടങ്ങി. തിയേറ്ററുകൾ, ഹാങ് ഔട്ട്, ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനെ എവിടെ പോയാലും ഈ 3 പേരും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് ജാൻവിയെ സംബന്ധിച്ചിടത്തോളം ദിയ എങ്ങനെയാണോ ഒരു ജീവനായ കൂട്ടുകാരി, അതുപോലെ തന്നെ ശ്രീയും വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മാറാൻ തുടങ്ങി. ഈ 3 പേരും ഒരുമിച്ചുള്ള സൗഹൃദം കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു എന്ന് അവരുടെ കൂടെ പഠിച്ചവർ പോലും വളരെ അത്ഭുതത്തോടെ പറയാറുണ്ടായിരുന്നു. എന്നാൽ ആ 3 പേരുടെയും സൗഹൃദം വളരെ ആഴത്തിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആ ദിവസം വരുന്നത്. 2020 ഡിസംബർ 31, ആ വർഷത്തെ അവസാന ദിവസം. അന്ന് ജാൻവിയുടെ വീട് മുഴുവനും വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം അന്ന് ജാൻവിയുടെ അച്ഛൻ പ്രകാശിന്റെ ജന്മദിനമായിരുന്നു. വർഷത്തിലെ അവസാന ദിവസം, ഒപ്പം അച്ഛന്റെ ജന്മദിനവും. വീട്ടിലെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കേക്ക് മുറിച്ച് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആ ബർത്ത്ഡേ ആഘോഷിച്ചു തീർത്തു. കുടുംബത്തോടൊപ്പമുള്ള സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജാൻവി തന്റെ റൂമിലേക്ക് പോയി. ഫ്രണ്ട്സായ ദിയയ്ക്കും ശ്രീക്കും ഒപ്പം അന്ന് രാത്രി ന്യൂ ഇയർ പാർട്ടി ആഘോഷിക്കാൻ റെഡിയാവുകയാണ്. ഖാർ വെസ്റ്റിലുള്ള ഭഗവതി ഹൈറ്റ്സ് എന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായി ജാൻവി വീട്ടിൽ നിന്നും ഇറങ്ങി. അങ്ങനെ അച്ഛന്റെ ജന്മദിനം വളരെ സന്തോഷത്തോടെ ആഘോഷിച്ച് ചിരിച്ച മുഖത്തോടെ പാർട്ടിക്ക് പുറപ്പെട്ട ആ മകളെ കുടുംബം യാത്രയാക്കി. എന്നാൽ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങളുടെ ജീവിതം മുഴുവനും കീഴ്മേൽ മറിക്കാൻ പോകുന്ന ഒരു അതിക്രൂരമായ വാർത്തയാണ് വരാൻ പോകുന്നത് എന്ന് ആ നിമിഷം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. അന്ന് ആ അർദ്ധരാത്രി സമയവും അടുക്കാൻ തുടങ്ങി. 3 പേരും വളരെ സന്തോഷത്തോടെ കാറിലിരുന്ന് ചിരിച്ച് സംസാരിച്ച് ആ ഭഗവതി ഹൈറ്റ്സ് ബിൽഡിങ്ങിലേക്ക് പോവുകയായിരുന്നു. സന്തോഷത്തോടെ പാട്ടുപാടി പോകുന്ന ആ ഒരു യാത്രയാണ് ജാൻവിയുടെ ജീവിതത്തിലെ അവസാന യാത്രയായി മാറാൻ പോകുന്നതെന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പോലും കരുതിയിട്ടുണ്ടാകില്ല. കുറച്ചു സമയത്തിനുള്ളിൽ അവർ 3 പേരും ഭഗവതി ഹൈറ്റ്സ് ബിൽഡിങ്ങിൽ എത്തിച്ചേർന്നു. ലിഫ്റ്റിൽ കയറി ബിൽഡിങ്ങിന്റെ ടെറസിലേക്ക് പോയി.
അവിടെ നടക്കുന്ന വലിയ ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കുചേരുകയും ചെയ്തു. ടെറസ് മുഴുവനും ഒരുപാട് ഫ്രണ്ട്സ്, കാത് തുളയ്ക്കുന്ന മ്യൂസിക് ശബ്ദങ്ങൾ, ഡാൻസ്, സെൽഫീസ്, അങ്ങനെ ആ സ്ഥലം മുഴുവനും വലിയൊരു സെലിബ്രേഷൻ മൂഡിലായിരുന്നു. തുടക്കത്തിൽ ജാൻവി, ദിയ, ശ്രീ ഇവർ 3 പേരും വളരെ നോർമലായും സന്തോഷത്തോടെയുമാണ് ആ പാർട്ടി എൻജോയ് ചെയ്തത്. എന്നാൽ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ഇങ്ങനെ പതിയെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ ആഘോഷങ്ങൾക്കിടയിലും പാർട്ടിയുടെ അന്തരീക്ഷത്തിൽ ഒരു വിചിത്രമായ ടെൻഷൻ മെല്ലെ മെല്ലെ രൂപപ്പെടാൻ തുടങ്ങി. ആ 3 പേർക്കിടയിലും എന്തോ ഒരു അസ്വസ്ഥത പടരുന്നത് പോലെ നിശബ്ദതയുണ്ടായി. പാർട്ടി വളരെ ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജാൻവി എന്തോ കണ്ട് പെട്ടെന്ന് അപ്സെറ്റായി. ജാൻവി അങ്ങനെ അപ്സെറ്റ് ആയത് അവിടെ ഉണ്ടായിരുന്ന ദിയയും ശ്രീയും മറ്റു ചില ഫ്രണ്ട്സും ശ്രദ്ധിച്ചു. എന്താ ജാൻവി, നീ ഓക്കെ അല്ലേ എന്നവർ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, നത്തിങ് എന്ന് വളരെ കാഷ്വലായി പറഞ്ഞ് ജാൻവി ആ കാര്യം ഒതുക്കി തീർത്തു. പക്ഷെ അതിനുശേഷം ജാൻവിയുടെ മുഖത്ത് ആ പഴയ ചിരി തിരിച്ചു വന്നതേയില്ല. എന്നാൽ അന്ന് എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേഷൻ മോഡിലായിരുന്നത് കൊണ്ട് ജാൻവിയുടെ ഈ മാറ്റം ആരും അത്ര വലിയ കാര്യമാക്കിയില്ല. സമയം വൈകും തോറും പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം കുറയാൻ തുടങ്ങി. ചിലർ ഓരോരുത്തരായി വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. മറ്റു ചിലർ അമിതമായി മദ്യപിച്ചതുകൊണ്ട് ആ ടെറസിൽ തന്നെ ബോധമില്ലാതിരിക്കുകയും അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സമയം കടന്നുപോയി. പുലർച്ചെ വെളിച്ചം മെല്ലെ പടരാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ആ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ജാൻവി ചോരയിൽ കുളിച്ച് അതിക്രൂരമായി കൊല്ലപ്പെട്ട് കിടക്കുന്നത്. പുലർച്ചെ സമയത്ത് ഈ ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നതോടെ ആ ഭഗവതി ഹൈറ്റ്സ് ബിൽഡിംഗ് മുഴുവനും വലിയൊരു നിലവിളിയും പരിഭ്രാന്തിയും പടർന്നു പിടിച്ചു. ടെറസിൽ പാർട്ടി ആഘോഷിച്ച് അവിടെ തന്നെ ഉറങ്ങിക്കിടന്നിരുന്നവരും ലഹരിയിലായിരുന്നവരും എല്ലാം താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഭയന്ന് ഓടി വരാൻ തുടങ്ങി. ഈ വിവരം അറിഞ്ഞ് സ്പോട്ടിലെത്തിയ പോലീസ് ആ ബിൽഡിംഗ് മുഴുവനും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. എന്നാൽ ഈ കേസിൽ പോലീസിന് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി അറിയാൻ കഴിഞ്ഞു. ജാൻവിയുടെ അടുത്ത സുഹൃത്തായ ശ്രീ ആ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവന്റെ ശരീരം മുഴുവനും പരിക്കുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാൻവിയുടെ ജീവനായ കൂട്ടുകാരി ദിയയ്ക്കും വലിയ പരിക്കുകളില്ലെങ്കിലും അവളുടെ ചുണ്ട് കീറിയതുപോലുള്ള ഒരു പരിക്ക് പോലീസ് ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു വശത്ത് ജാൻവി പടിക്കെട്ടിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട് കിടക്കുന്നു. മറുവശത്ത് അവളോടൊപ്പം അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും പരിക്കേറ്റിരിക്കുന്നു. ഇതിൽ സംശയം തോന്നിയ പോലീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ശ്രീയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശ്രീ തലേ ദിവസം രാത്രി പാർട്ടിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പോലീസിന് മുന്നിൽ ഞെട്ടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നൽകാൻ ആരംഭിച്ചു. സർ, ഇന്നലെ ഞങ്ങൾ ടെറസിൽ പാർട്ടി ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ജാൻവി വളരെ അപ്സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ തനിയെ മാറ്റി നിർത്തി സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേർ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ആരോ വന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം എന്നെ പടിക്കെട്ടിൽ നിന്നും താഴെ തള്ളിയിട്ടു എന്നാണ് ശ്രീ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ശ്രീ നൽകിയ ഈ മൊഴി കേട്ട് പോലീസ് ഒരു നിമിഷം കുഴഞ്ഞുപോയി. കാരണം അവൻ പറഞ്ഞ കഥയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇതേ ശ്രീ അടുത്തടുത്തായി 3 വ്യത്യസ്ത കഥകളാണ് മാറ്റി മാറ്റി പറയാൻ തുടങ്ങിയത്. ആദ്യത്തെ കഥ, സാർ ഞാൻ റോഡിൽ കാല് വഴുതി താഴെ വീണതാണെന്നും പറഞ്ഞു. രണ്ടാമത്തെ കഥ, സാർ ഞാൻ എൻ്റെ വീടിൻ്റെ പടിക്കെട്ടിൽ നിന്നും താഴെ വീണതാണ് എന്ന് മാറ്റി പറഞ്ഞു. ഇനി മൂന്നാമത്തെ കഥയായി, സാർ ആരോ ഇരുട്ടിൽ നിന്ന് വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു എന്ന് പുതിയൊരു കഥയും ഉണ്ടാക്കി. അവൻ പറഞ്ഞ ഈ പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകളാണ് പോലീസിന് ശ്രീയുടെ മേലുള്ള സംശയം പല മടങ്ങ് വർദ്ധിപ്പിച്ചത്. ഒരേ രാത്രിയിൽ ഒരേ പാർട്ടിക്ക് ഒരുമിച്ച് വന്ന 3 പേരിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായ പരിക്കുകളോടെ മൃതദേഹമായി കിടക്കുന്നു. അവളുടെ അടുത്ത കൂട്ടുകാരിയുടെ ചുണ്ടിൽ പരിക്കുണ്ട്. മൂന്നാമത്തെ സുഹൃത്താകട്ടെ ശരീരം മുഴുവനും പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ കിടന്ന് മാറ്റി മാറ്റി കള്ളക്കഥ പറയുന്നു. അതായത് ഇവിടെ ഭയങ്കരമായി ഏതോ ഒരു സത്യം മറച്ചു വയ്ക്കപ്പെടുന്നുണ്ടെന്ന് പോലീസിന് വ്യക്തമായി മനസ്സിലായി. അടുത്തഘട്ട തെളിവായ ആ ബിൽഡിങ്ങിലെ CCTV ദൃശ്യങ്ങൾ ഫ്രെയിം ബൈ ഫ്രെയിമായി പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ ആ CCTVയിൽ പതിഞ്ഞിരുന്ന ഒരു കാഴ്ച ഈ അന്വേഷണത്തെ ആകെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു. അത് കണ്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി. ജാൻവിയുടെ മൃതദേഹം പടിക്കെട്ടിന് താഴെ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ അവളുടെ സുഹൃത്തായ ശ്രീ ഇതൊന്നും ഒട്ടും കാര്യമാക്കാതെ വളരെ അനായാസമായി അവളെ മറികടന്ന് നടന്നു പോകുന്നത് ആ CCTVയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, റോഡിൽ നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ചോരയിൽ കുളിച്ചു കിടന്നാൽ പോലും ഒരു സാധാരണ മനുഷ്യന്റെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ പരിഭ്രാന്തരായി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കില്ലേ? എന്നാൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അതും കുറച്ചു സമയം മുൻപ് വരെ ഒരുമിച്ച് ചിരിച്ച് സംസാരിച്ചൊരു പെൺകുട്ടി കൺമുന്നിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെ ഇത്രയും ശാന്തനായി ഒന്നും സംഭവിക്കാത്തതുപോലെ കടന്നു പോകാൻ കഴിയും?
പക്ഷെ ശ്രീ അങ്ങനെയാണ് ചെയ്തത്. അവന്റെ മുഖത്ത് യാതൊരുവിധ പരിഭ്രാന്തിയോ പേടിയോ ഞെട്ടലോ ഇല്ലായിരുന്നു. കുറച്ചു മുൻപ് വരെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ചോരയിൽ കിടക്കുന്നത് കണ്ട ഒരു മനുഷ്യന്റെ ഭാവമേ ആയിരുന്നില്ല അത്. അതുമാത്രമല്ല, അവൻ ആരെയും സഹായത്തിന് വിളിച്ചതുമില്ല, ആംബുലൻസിനെ ഫോൺ ചെയ്തില്ല. വളരെ നിശബ്ദമായി ആ സ്ഥലത്ത് നിന്നും നടന്നു പോകുന്നതാണ് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. ആ വീഡിയോ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് നോക്കിയ പോലീസ് ഒരു നിരപരാധിയായ വ്യക്തിക്ക് എങ്ങനെ ഇത്രയും ശാന്തനായി പെരുമാറാൻ കഴിയും എന്ന് ചിന്തിച്ചു. ഇതോടെ ശ്രീയുടെ മേലുള്ള സംശയം പോലീസിന് 100% ഉറപ്പായി. അതേസമയം തന്നെ പോലീസ് തങ്ങളുടെ അന്വേഷണം ജാൻവിയുടെ അടുത്ത കൂട്ടുകാരിയായ ദിയയുടെ ഭാഗത്തേക്കും തിരിക്കാൻ തുടങ്ങി. കാരണം പാർട്ടി നടന്ന ആ ടെറസിൽ ദിയ അമിതമായി മദ്യപിച്ച അവസ്ഥയിലായിരുന്നുവെന്ന് അവിടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നു. എന്നാൽ അവളുടെ ചുണ്ടിലുണ്ടായിരുന്ന പരിക്കും നഖങ്ങൾക്കിടയിലെ ചോരപ്പാടുകളും പോലീസിന് വലിയ സംശയം ഉണ്ടാക്കി. ഈ സംശയാസ്പദമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖാർ പോലീസ് അടുത്ത നടപടികളിലേക്ക് കടന്നു. പോലീസ് അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് ഫോറൻസിക് റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, CCTV അനാലിസിസ് എന്നിവയെല്ലാം വെച്ച് അന്വേഷണം മുന്നോട്ട് പോയി. അങ്ങനെ ഏതാണ്ട് 3 മാസത്തെ അന്വേഷണത്തിന് ശേഷം 2021 മാർച്ച് 31 ഇവർ രണ്ടുപേർക്കുമെതിരെ സെക്ഷൻ 302 കൊലപാതക കുറ്റം, സെക്ഷൻ 34 പൊതുവായ ഉദ്ദേശം എന്നീ വകുപ്പുകൾ ചുമത്തി ഖാർ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ ഈ കേസിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇവിടെയാണ് ആരംഭിക്കുന്നത്. കാരണം ഒരു വശത്ത് തെളിവുകളെല്ലാം ശക്തമായി വരുന്നുണ്ടെന്ന് എല്ലാവരും കരുതിയപ്പോഴാണ് മറുവശത്ത് ഈ കേസ് അന്വേഷിച്ച പോലീസ് ടീമിന്റെ രീതികളെക്കുറിച്ച് പിന്നീട് വലിയ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയത്. ക്രൈം സീൻ കൈകാര്യം ചെയ്തതിലും രക്തക്കറകൾ ശേഖരിച്ചതിലും ഫോറൻസിക് തെളിവുകൾ സൂക്ഷിച്ചതിലും പോലീസ് വരുത്തിയ ചില ഗുരുതരമായ വീഴ്ചകൾ പിൽക്കാലത്ത് കോടതിയിൽ ഈ കേസിന്റെ ഗതി തന്നെ പൂർണ്ണമായും മാറ്റാൻ പോവുകയായിരുന്നു. ഈ കേസിൽ ജാൻവിയുടെ സുഹൃത്തായ ശ്രീ മാത്രമല്ല വില്ലൻ. ഖാർ പോലീസിന്റെ അശ്രദ്ധമായ അന്വേഷണ രീതികളും വലിയൊരു വില്ലൻ തന്നെയാണ്. അടുത്തടുത്ത ജാൻവി കേസിൽ പുറത്തുവന്ന ഞെട്ടിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് അറിയാനായി ഈ വീഡിയോയുടെ ഭാഗം 2 കാത്തിരിക്കും. ഭാഗം 2 നാളെ തീർച്ചയായും വരും. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, ജാൻവിയെ കൊന്നത് ആരായിരിക്കും? അവളുടെ സുഹൃത്തായ ശ്രീയാണോ, അല്ലെങ്കിൽ അവളുടെ ജീവനാണെന്ന് കരുതിയ ദിയ എന്ന സുഹൃത്താണോ? ഇനി ഇവ രണ്ടുപേരും അല്ല എങ്കിൽ മറ്റാരെങ്കിലും ഈ കഥയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ശരിയാണോ തെറ്റാണോ എന്ന് 2ാം ഭാഗത്തിലൂടെ നമുക്കറിയാം.